ലോക ചരിത്രത്തിന്റെ ഗതികളെ മാറ്റിമറിച്ച 2 അടിമകളാണ് കഴിഞ്ഞുപോയത്. ഒന്നൊരു കറുത്ത അടിമയും മറ്റൊന്ന് വെളുത്ത അടിമയും. കറുത്ത അടിമ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, വെളുത്ത അടിമ ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. 2 അടിമകളാണ്. അതിൽ രണ്ടാമത്തെ അടിമയാണ് സയ്യിദുനാ സൽമാനുൽ ഫാരിസി, വെളുത്ത വർഗക്കാരനായിരുന്നു. അങ്ങനെ സൽമാന് 3 അടയാളങ്ങൾ അറിയാം. ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു ദിവസം വൈകുന്നേരം വരെ ജോലി ചെയ്ത് ജോലി അവസാനിച്ചതിന് ശേഷം യജമാനന്റെ സമ്മതം വാങ്ങി ഒരു പിടി കാരക്കയും എടുത്തുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിൽ വന്നുകൊണ്ട് ആ കാരക്ക നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിനക്ക് സ്വതക്കയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വാങ്ങിയില്ല. സൽമാനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വതക്ക ഭക്ഷിക്കാത്തവരാണ് എന്ന് പറഞ്ഞു. അപ്പൊ സൽമാന് മനസ്സിലായി ഒന്നാമത്തെ അടയാളം കറക്റ്റാണ്. പക്ഷെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റൂല, അടിമയാണ്. ചോദിച്ച സമയം കഴിഞ്ഞു, സൽമാൻ മടങ്ങി. രണ്ടാമതൊരിക്കൽ വീണ്ടും ഈത്തപ്പനത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് യജമാനന്റെ സമ്മതത്തോടുകൂടി അല്പം കാരക്കയെടുത്ത് മുത്തുനബിയുടെ ഹദറത്തിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ കാരക്ക ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിനക്ക് ഹദിയയാണ്, സമ്മാനമാണ് പറഞ്ഞു. അതിലാണ് വാങ്ങിക്കണ്ട് അതിന് 3 തിന്നിട്ട് ബാക്കിയുള്ളത് വിതരണം ചെയ്തപ്പോൾ സൽമാൻ മനസ്സിൽ പറഞ്ഞു, രണ്ടാമത്തത് ഓക്കെയാണ്, ഇനി ഒന്നുകൂടി നോക്കണ്ട്. പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം മുതുകത്തുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആരും കാണൽ പതിവില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സഅദിയ ഗോത്രത്തിൽ ലംറത്തിന്റെ കൂടെ ആടിനെ നോക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത കുറെ ആളുകൾ വരികയും പുന്നാര നബി തങ്ങളുടെ കൽബ് ഹൃദയം നെഞ്ചു കീറുകയും അതിൽ നിന്ന് ഹൃദയം പുറത്തേക്കെടുത്ത് മഞ്ഞുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി പഴയ സ്ഥാനത്ത് തന്നെ മടക്കി വെച്ച് തുന്നിക്കൂട്ടി അവർ മടങ്ങിപ്പോവുകയും ചെയ്ത ആ സ്ഥലം അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരിക്കൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നബി തങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് അത്ഭുതമുണ്ട്, പക്ഷെ ആരും കാണലില്ല. കാരണം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുപ്പായം ധരിക്കാതെ നടക്കൽ പതിവില്ല. നമ്മളെ മാതിരി കീറിയ പനിയും നിർത്തണം അങ്ങാടിക്ക് ഇറങ്ങൂല. ഷർട്ട് ധരിക്കാതെ നടക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പതിവില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ശരീരത്തിലുള്ള അത്ഭുതങ്ങൾ ആരും കാണൂല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതുകത്ത് പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസക്കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു. അതാണ് പൂർവകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായ ഖാത്തമുൻ നുബുവ്വ, നുബുവത്തിന്റെ സീൽ നബി തങ്ങളുടെ ചുമലിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആരും കാണലില്ല. ഇത് പൂർവകാല വേദങ്ങളിലുണ്ട്. അതാണ് ഇനി നോക്കാനുള്ളത്. ഒരു നിലക്കും കാണൂല, കാരണം നബി തങ്ങൾ കുപ്പായം കഴിക്കൂല. എന്നാ അപ്പം അത് ചോദിക്കാൻ പറ്റുമോ? അതുമില്ല, കാരണം ഒരു പരീക്ഷണമല്ലേ, ചോദിക്കാനും പറ്റൂലല്ലോ. അപ്പം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രമുഖനായ ഒരു സ്വഹാബി മരണപ്പെട്ടു. സ്വഹാബത്ത് ആരെങ്കിലും മരിച്ചാൽ കുളിപ്പിക്കാൻ നബി തങ്ങൾ വരലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഫൻ ചെയ്യാനുണ്ടാവും, നിസ്കരിക്കാനുണ്ടാവും, ഖബറളക്കാനുണ്ടാവും, മറവ് ചെയ്യാനുണ്ടാവും. പ്രമുഖനായ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോ കുളിപ്പിക്കാൻ നബി തങ്ങൾ വരുമെന്ന് മനസ്സിലാക്കി സൽമാൻ കുളിപ്പിക്കണോടത്ത് ചെന്നു. നബി ഉണ്ട്, പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കണ്ടില്ല. ഖബറളക്കോടത്ത് പോയി. അപ്പോൾ ഖബറളക്കോടത്ത് നബി തങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, കുപ്പായം കഴിച്ചിട്ടില്ല. ഒന്നിങ്ങനെ അപ്പുറത്ത് ചെന്നിട്ട് ഇങ്ങോട്ട് നോക്കും കാണാണ്ടോന്ന്, ഇടയിൽ കൂടെ. പിന്നൊന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കും കാണാണ്ടോ, കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാനില്ല. മറവ് ചെയ്യൽ കയ്യോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി, കണ്ടില്ല. മറവ് ചെയ്യൽ കഴിഞ്ഞു. എല്ലാവരും ഒരു ഭാഗത്ത് നിന്ന് പിരിയാൻ തുടങ്ങി. ഏകദേശം ആളുകൾ പോയി കഴിഞ്ഞപ്പോ നബി തങ്ങൾ ദൂരേക്ക് നോക്കിയിട്ട് വിളിച്ചു, സൽമാനല്ല നിൽക്കണെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ അടുത്തേക്ക് പറഞ്ഞു. കുപ്പായത്തിന്റെ കുടുക്കഴിച്ചിട്ട് ഇതല്ല ഞാൻ നോക്കണ സാധനം എന്ന് ചോദിച്ചോ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് വന്നു.
ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ യജമാനന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മഹബത്തും പോയി. ഭക്ഷണം കൊടുക്കൂല, ഉറങ്ങാൻ സമ്മതിക്കൂല, അതിശക്തമായ ഭാരമുള്ള ജോലികൾ, ശമ്പള ഏതായാലും പിന്നെ അടിമകൾക്കില്ലേനല്ലോ. അങ്ങനായി. ഒരു ദിവസം മുത്തുനബിയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് സൽമാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് അടിമത്വത്തിൽ നിന്ന് ഒന്നും മോചനം കിട്ടണം, അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ അടുത്ത അനുചരന്മാരും കൂടി സൽമാന്റെ യജമാനനെ കാണാൻ പോയി. യജമാനനെ കണ്ട് സൽമാനെ ഒന്ന് അടിമത്വ മോചനം നൽകുമോ എന്ന് ചോദിച്ചു. യജമാനൻ പറഞ്ഞു, അടിമത്വ മോചനമൊക്കെ കൊടുക്കുക, പക്ഷെ ഒരു നിബന്ധന ഉണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. മരുഭൂമി പോലത്തെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ഇവിടെ 300 ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. എന്നിട്ട് അവകളെ വെള്ളവും വളവും ചേർത്ത് നനച്ചുണ്ടാക്കി വലുതാക്കണം. എന്നിട്ട് 300 ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് മുതൽ സൽമാൻ സ്വതന്ത്രനാണ്. അടുത്ത കാലത്തൊന്നും നടക്കൂല എന്ന് ഉറപ്പായി. കാരണം ഈത്തപ്പന മരം കായ്ക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 9 വർഷം വേണമെന്നാണ് അത്രേ കണക്ക്. അതുകൊണ്ട് 9 കൊല്ലത്തിന് ഏതായാലും പരിപാടിയില്ല എന്ന് മനസ്സിലായി. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഗ്രിമെന്റ് എഴുതി. 300 ഈത്തപ്പന മരങ്ങൾ ഈ സ്ഥലത്ത് കുഴിച്ചിട്ടിട്ട് 300 എണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ മോചിതനാണ് എന്ന എഗ്രിമെന്റ് എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് സീൽ വെച്ചിട്ട് അതേറ്റൊന്ന് പോന്നു. എന്നിട്ട് മദീനത്തെ പള്ളിയിൽ വന്നിട്ട് വഅദ് പറഞ്ഞു, സഹാബ, സൽമാന്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണം. ഓരമരം, 2 മരം, 3 മരം സ്പോൺസർമാരായി. 300 ഈത്തപ്പന മരങ്ങൾക്ക് സ്പോൺസർമാരായപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, സൽമാനെ, നിങ്ങളാ കാണിച്ചെന്ന സ്ഥലത്ത് പോയിട്ട് 300 കുയ്യുത്തി കൂടിയായിരുന്നു. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു ആ സ്ഥലത്ത് പോയിട്ട് 300 കുയ്യുണ്ടാക്കിയിട്ട് നബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഞാൻ 300 കുയ്യുണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു. സ്പോൺസർഷിപ്പായി ലഭിച്ച ഈത്തപ്പന മരങ്ങൾ സംഘടിപ്പിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്ത് ഹാജരായി. ഓരോന്നും ബിസ്മിയല്ലിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് സൽമാനോട് പറഞ്ഞു, സൽമാനെ, വെള്ളവും വളവും കൊടുത്തു നോക്കിക്കോളീ എന്ന് പറഞ്ഞു. മരം വേഗത്തിൽ വലുതായി. കുറഞ്ഞ കാലം കൊണ്ട് ഈത്തപ്പന മരങ്ങൾ വലുതായി. 299 ഈത്തപ്പന മരം കായ്ച്ചു. അതിൽ നിന്ന് ഈത്തപ്പഴം മറുത്തു. ഒരു മരം കായ്ച്ചില്ല. ഒരു മരം 300 കായ്ച്ചാലേ സ്വതന്ത്രനാവുള്ളൂ. ഒന്ന് കായ്ച്ചില്ല. ഒന്ന് കായ്ക്കാതിരുന്നപ്പോ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മെല്ലെ നബി തങ്ങൾ എടുത്തു വന്നിട്ട് ഒരു സ്വകാര്യം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എനിക്കൊരു കാര്യം പറയാണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു. ഇങ്ങളിങ്ങനെ ഒരു തലക്കന്ന് ഇങ്ങനെ ഈത്തപ്പന മരം ഇങ്ങനെ കുഴിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ആ ഒന്ന് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു എന്ന് പറഞ്ഞു. അതിലതിന് പറിച്ചു. അതുകൊണ്ട് പറിച്ചിട്ട് ബിസ്മിയല്ലിട്ട് ആയിക്കന്നാണ് കുഴിച്ചിട്ടിട്ട് അതും വലുതായി. അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു കൊടുത്തിട്ട് സൽമാൻ മോചിതനായി. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. നീണ്ട 10 വർഷം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കൂടെ കഴിച്ചുകൂട്ടി. 10 കൊല്ലം. അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സ് പ്രായമുള്ള സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ എളാപ്പ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു. എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ 2ാമത് കല്യാണം കഴിച്ച എളാപ്പ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അതാണ് എളാപ്പ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഇന്റെ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകളൊക്കെ അവൻ എടുത്തു തരും, ഓന് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരന്നാ മതി എന്ന് പറഞ്ഞപ്പോ തലം അങ്ങനെ കൈവച്ചു. എന്നിട്ട് ദ്വാരന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി, അല്ലാഹുവേ, അനസ് മോന് മക്കളിലും സമ്പത്തിലും നീ ബറക്കത്ത് ചെയ്യണമേ. അനസ് റളിയല്ലാഹു അൻഹു 100 ചില്ലാനം വയസ്സ് വരെ ജീവിച്ചു. 110ാമത്തെ വയസ്സിലും 130ാമത്തെ വയസ്സിലും
അനസ് റളിയല്ലാഹുവിന്റെ തലയിൽ ഒറ്റ രോമം നരച്ചിട്ടില്ല. 10 വയസ്സുള്ളപ്പോൾ പുന്നാര നബി തങ്ങൾ തലമൊന്ന് കൈവച്ചതായിരുന്നു കാരണം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.